അഡിയോസ് അമിഗോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ഗൂഗിളിൽ തിരഞ്ഞു. ഇതൊരു സ്പാനിഷ് വേർഡാണ്. ഇതിന്റെ അർത്ഥം ഗുഡ് ബൈ ഫ്രണ്ട് എന്നുള്ളതാണ്. ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുള്ള ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള നഹാസ് നാസറാണ്. പണമൊന്നും അല്ലടാ എല്ലാം. സമൂഹത്തിലെ രണ്ടറ്റങ്ങളിൽ നിൽക്കുന്ന അപരിചിതരായിട്ടുള്ള രണ്ടുപേർ. ഒരാൾ സുരാജ് വെഞ്ഞാറമൂട് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്, പ്രാരാബ്ധക്കാരനാണ്, അമ്മ ഹോസ്പിറ്റലിലാണ്. ഒരാളോട് ആരോടെങ്കിലും 25,000 രൂപ കടം ചോദിക്കുന്നുണ്ട്. പലരോടും കടം ചോദിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടുകളിലുള്ള പെയിന്റ് പണിക്കാരനായിട്ടുള്ള ഒരാൾ. മറ്റൊരാൾ സമൂഹത്തിൽ ധാരാളം റിച്ച് ആയിട്ടുള്ള പണം ധാരാളം ചെലവഴിക്കുന്ന, ദൂർത്തടിക്കുന്ന, കാണുന്നവർക്കെല്ലാം 500 രൂപ വെച്ച് കൊടുക്കുന്ന ഒരാൾ. ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നു. അതിനുശേഷമുള്ള ഒരു 2 മണിക്കൂറുള്ള ഒരു പടമാണിത്. ടോട്ടൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള പ്രാരാബ്ധവും അതുപോലെ കാര്യങ്ങളൊക്കെ കാണിച്ചു. ഒരാളാണെങ്കിൽ ടൗണിൽ കറങ്ങി നടക്കുന്നു, കാണുന്നവർക്കെല്ലാം പൈസ കൊടുക്കുന്നു. അതിനുശേഷം ഇവർ കണ്ടതിന് ശേഷമുള്ള ഒരു കഥയാണ് ഈ പടം പറയുന്നത്. ഇതിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂടിന്റെയും അതുപോലെ ആസിഫ് അലിയുടെയും പ്രകടനം നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രകടനമാണ്. അടുത്തതായിട്ട് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് തോന്നിയത്, എനിക്ക് പേഴ്സണലായിട്ട് ഫെൽറ്റ് ചെയ്തത് സുരാജ് വെഞ്ഞാറമൂടിന്റെ കൂട്ടുകാര എന്നുള്ള ആ വിളി. ആ വിളിയിലുണ്ട് എല്ലാം. 2.5 മണിക്കൂർ നിങ്ങൾക്കൊരു ടൈം പാസ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. പടത്തില് ഒരു പാട്ടേ ഉള്ളൂ. പാട്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. പിന്നെ സിറ്റുവേഷണൽ കോമഡീസ് കുറച്ചൊക്കെ വർക്കായിട്ടുണ്ട്, കുറച്ചൊന്നും വർക്കായിട്ടില്ല. പിന്നെ ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ കുറെ ആവശ്യമില്ലാത്ത BGM, ഒരു ആവശ്യമില്ലാത്ത BGM വല്ലാണ്ട് കടന്നു കയറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കഥയും തിരക്കഥയും ഒന്നുമില്ല. നിങ്ങൾക്കൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ എനിക്കിത് സമയം പോയത് അറിഞ്ഞിട്ടില്ല. വലുതായിട്ട് സമയം പോയത് അറിഞ്ഞിട്ടില്ല. കാരണം വലിയ കോമഡിയൊന്നും ഇല്ല, അങ്ങനെ പറയാൻ തക്ക കോമഡിയൊന്നും ഇല്ല. പക്ഷെ സിറ്റുവേഷണൽ കോമഡി ചിലതൊക്കെ വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു ഇവരുടെ ഹോട്ടലിലുള്ള ഒരു സീനുണ്ട്, അതുപോലെ ബസ്സിലുള്ള കുറച്ച് സീനൊക്കെ, അതുപോലെ ബസ് സ്റ്റാൻഡിലുള്ള കുറച്ച് സീനൊക്കെ വർക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കുടുംബമായിട്ട് പോയിട്ട്, ഫാമിലി ആയിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ഒരു 2.25 മണിക്കൂർ 2.5 മണിക്കൂർ നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഈ ത്രില്ലർ പടങ്ങളെ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടങ്ങളിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ള രീതിയിലാണ് ഈ പടത്തിന് പോയത്. പടം പോയത് വെറുതെ ആയില്ല. സോ നമുക്ക് അടുത്ത പടത്തിന്റെ റിവ്യൂ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.